ഒരുപക്ഷെ വേദപുസ്തക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ തന്നെ ഇത്ര ആഴമുള്ള ഒറ്റപ്പെടലുകളും ഇത്ര വൻപിച്ച നഷ്ടങ്ങളും ഇത്ര മാരകമായിരിക്കുന്ന മനോവ്യഥകളും ഇതുപോലെ അഭിമുഖീകരിച്ചൊരു കഥാപാത്രം വേദപുസ്തകത്തിനകത്ത് മറ്റൊരാളുണ്ടോ എന്നറിയില്ല എനിക്ക്. അത്രയ്ക്ക് തീവ്രമായിരിക്കുന്ന ആത്മനൊമ്പരങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ കഷ്ടമനുഭവിക്കുന്നവരോട് എല്ലാവരോടും ഈ പുസ്തകത്തിന് അഥവാ ഇയ്യോബിൻ്റെ ചരിത്രത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യവുമായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഇന്ന് ഇതിനകത്തുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. എനിക്കോ നിങ്ങൾക്കോ ഇയ്യോബിനോ ഉള്ള ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ചോദ്യപേപ്പറിൻ്റെ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഉത്തരം എഴുതി വെച്ചിരിക്കുകയല്ല. പിന്നെ ആത്മീകത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, ദൈവമായ കർത്താവ് സംഭാഷണ മധ്യത്തിൽ അല്ലെങ്കിൽ ആത്മീകരുമായിട്ട് ഇടപെടുമ്പോൾ, ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ മറുപടി തരുന്നവനാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ സംഭാഷണത്തിനകത്ത് ഇയ്യോബിനോടുള്ള മറുപടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി പ്രയാസപ്പെട്ട് താൻ തനിക്ക് തന്നെ ഒരു ഭാരമാണെന്ന് തോന്നിയ സന്ദർഭം. അങ്ങനെ 7-ാമത്തെ സ്തോത്രം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു. അടുത്ത വാക്ക്, ഞാൻ എനിക്ക് തന്നെ ഭാരമായി തീരത്തക്കവണ്ണം നീ എന്നെ. സ്തോത്രം. മറ്റുള്ളവർ നമുക്ക് ഭാരമായി തീർന്നാൽ ഒഴിഞ്ഞു മാറാം. മറ്റൊരു വിഷയം നമുക്ക് ഭാരമായി മാറിയാൽ നമുക്കൊരു സ്തോത്രം ആരോടെങ്കിലും പറഞ്ഞ ആ കാര്യത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ തന്നെ നമുക്ക് ഭാരമാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ, ഞാൻ എനിക്ക് തന്നെ ഭാരമായി തോന്നിയാൽ നമുക്ക് നമ്മോട് വെറുപ്പ് തോന്നും. സ്തോത്രം. നമുക്ക് ജീവിക്കാനുള്ള പ്രേരണ നഷ്ടപ്പെടും. നമ്മൾ അപകർഷതാബോധം കൊണ്ട് ഭാരപ്പെടും. ഇവിടെ ഇയ്യോബിന് രോഗമുണ്ട്, നഷ്ടമുണ്ടൊക്കെയുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ തീവ്രത പല മുഖത്തിൽ വെളിപ്പെടുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഇയ്യോബ് തന്നെ ഒരു ഭാരമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ വളരെ ചുരുക്കം പേർക്കേ തോന്നാറുള്ളൂ. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, നീ നിനക്കൊരു ഭാരമാണെന്ന് തോന്നിയാൽ സ്വർഗം അതിന് മറുപടിയുമായിട്ട് ഇറങ്ങി വരും. സ്തോത്ര. ഹല്ലേലൂയ. വളരെ ഭാരത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, പല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നടക്കാത്ത വേദനയോടെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തന്നെ ഒരു ഭാരം, വേറെ ആരുമല്ല, നീ തന്നെ ഒരു ഭാരമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയുള്ളവരുടെ ദിവസമാണ്. അവരെ സ്വർഗത്തിലെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവരോട് ദൈവമായ കർത്താവിന് എന്തൊക്കെയോ പറയാനുണ്ട്. നിന്റെ ഭാരം നിന്നിൽ നിന്ന് എടുത്തു മാറ്റി നിന്നെ ഒരു അനുഗ്രഹമാക്കാൻ ദൈവം വിശ്വസ്തനാകയാൽ കരമുയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരിൽ ഒരാൾ ഇയ്യോബിനെ ഉപദേശിക്കുകയാണ്. കുറ്റം പറയുകയല്ല, ഇവിടെ ഉപദേശിക്കുകയാണ്. അതാണ് നമ്മൾ 5 മുതൽ വായിച്ചത്. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഒരു ഉപദേശമാണ് 5-ാം വാക്യത്തിനകത്ത് കാണുന്നത്. 5-ാം വാക്യത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഞാൻ വിശദീകരിക്കാതെ ചുരുക്കി കാര്യത്തിലേക്ക് കടക്കാം. സ്തോത്ര. ഹല്ലേലൂയ. വളരെ കഷ്ടങ്ങളുടെ നടുവിൽ തനിക്ക് താൻ ഭാരമായി തീർന്നിരിക്കുന്ന വേളയിൽ ഈ സ്നേഹിതൻ പറയുകയാണ്, സ്തോത്രം, നീ ദൈവത്തെ അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കണം? ശ്രദ്ധയോടെ അന്വേഷിക്കണം. വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ അലസമായി ചെയ്യരുത്, ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉദാസീനത ചെയ്യരുത്. ആത്മീകം എന്ന് പറയുന്നത് ഒരു കളിയല്ല, അത് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. എത്ര പേർക്ക് അത് അറിയാമെന്നറിയല്ല. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീക ജീവിതം, കുടുംബജീവിതം അങ്ങനെ തന്നെയാണ്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നാണം കെട്ടുപോകും. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്തോത്രം നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കുകയല്ല. നമുക്ക് തോന്നും നമ്മൾ മിടുക്കനാണ്, കുഴപ്പമൊന്നും വരികയല്ല, സ്തോത്രം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുടുംബജീവിതം ശ്രദ്ധിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ നൂലിന്മേൽ നടക്കുന്നത് പോലെയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പാളിപ്പോകാം.
ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതം. പ്രാർത്ഥിക്കുന്നുണ്ട്, ആൾക്കാരുണ്ട്, അന്യഭാഷ പറയുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ശ്രദ്ധയോടെ ചെയ്യണം. ഞാൻ ചില കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്തുനിന്ന് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. സ്തോത്രഹല്ലേലൂയ. ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ, ദൈവത്തെ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്തോത്രഹല്ലേലൂയ. വളരെ സീരിയസ് ആയിട്ട് വേണം. കാരണം ദൈവമെന്ന് നടിക്കുന്ന പലതും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളപ്പോൾ ശ്രദ്ധിച്ച് ദൈവത്തെ നോക്കിയില്ലെങ്കിൽ താളം തെറ്റിപ്പോയി. ഒത്തിരി പേർക്ക് പറ്റിപ്പോയി. ജ്ഞാനമുള്ളവർക്കും ബുദ്ധിയുള്ളവർക്കും കഴിവുള്ളവർക്കെല്ലാം സ്തോത്രഹാല തെറ്റിപ്പോയി. എന്ത് പറ്റിപ്പോയി? ദൈവമാണെന്നോർത്ത് പലതിനെയും വീണ് നമസ്കരിച്ചു. എന്നാൽ ദൈവത്തെ ശ്രദ്ധിച്ച് അന്വേഷിക്കുന്നവർക്ക് സത്യദൈവത്തെ കാണാൻ കഴിയും. അപ്പം ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണമെന്ന് തിരുവെഴുത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രഹല്ലേലൂയ. വേറൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നോക്കി, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേട്ട്. പകുതി ഉറങ്ങിയും പകുതി ക്ഷീണിച്ചു അല്ല, ദൈവത്തിന്റെ വാക്ക് എങ്ങനെ കേൾക്കണം? ഞാൻ അല്പനേരം മുമ്പ് പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചു കേട്ടോളണം. നിന്നോട് പറയുന്ന വാക്കിനകത്ത് നിന്റെ മറുപടി ഇരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാക്കിനകത്ത് നിന്റെ വിടുതൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. അതിന്റെ അർത്ഥം എന്താ? ശ്രദ്ധിച്ചു കേട്ടാൽ സ്വത്രം ജീവിക്കാനുള്ള വക ദൈവത്തിന്റെ വായിൽ നടന്നു വീഴും. ഇന്ന് പകൽക്കാലം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ ആരുടെ വായിലേക്ക് നോക്കരുത്. ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടാൽ നിനക്കെങ്ങനെ ജീവിക്കാം, നിനക്കെങ്ങനെ ജയിക്കാം, നിനക്കെങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിച്ചു കേട്ടാൽ അതിനകത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധയോടെ കേൾക്കണം. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ ഒരല്പസമയം ദൈവവചനം കേട്ടാൽ അതിനകത്തൊരു മറുപടി കാണും. അതിനകത്ത് നിന്റെ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം കാണും. സ്തോത്രഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കണം. സ്തോത്രം. അവനൊരു വാക്യ എബ്രായലേഖനത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ടെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവന് പ്രതിഫലം കൊടുക്കുന്നല്ലേ. സ്തോത്രം. ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവന് സ്വർഗത്തിൽ ദൈവം പ്രതിഫലം കൊടുക്കും. സ്തോത്രഹല്ലേലൂയ. വെറുതെ വന്നിരുന്ന് പോകുന്നവർക്ക് 100 യോഗം കൂടിയാലും പ്രയോജനമില്ല. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഈ അന്വേഷിക്കുക എന്നുള്ള വാക്കിനൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തപ്പി നടക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തെ കണ്ടെത്തിയവരല്ലേ, ദൈവത്തെ അറിഞ്ഞവരല്ലേ. പിന്നെ എന്താ അന്വേഷിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സ്തോത്രഹല്ലേലൂയ. ഇനി വല്ലതും ചെയ്യാനുണ്ടോ, എൻ്റെ ഭാഗത്ത് വല്ല കുറവുണ്ടോ എന്നും തപ്പി അല്ലല്ല. പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? ഈ ദൈവത്തിൻ്റെ കാര്യം നോക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാനുണ്ടോ, എന്നെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? സ്തോത്രഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പൗർഷ്യൻ്റെ പകൽ പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് കണ്ടു. സ്തോത്രം. ആ വാക്ക് സങ്കീർത്തനത്തിൽ നിന്നാണ്. 39-ാമത്തെ സങ്കീർത്തനാണ് എൻ്റെ ഓർമ്മ. ആ വാക്യം ഇതാണ്. സ്തോത്രം. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ച് വെച്ചിരിക്കുന്ന മലയാളത്തിൽ. സ്തോത്രം. ചില സമയത്ത് ഈ കുറേ നേരമൊക്കെ ധ്യാനിക്കുമ്പോഴും പ്രസംഗത്തിൻ്റെ ഒരു ഉറവ തുറന്ന് കിട്ടാതിരിക്കുമ്പോൾ ഇപ്പോൾ സ്തോത്രം വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ വായിക്കാമെന്ന് വിചാരിക്കും, ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും. സ്തോത്രം. ഇപ്പോൾ ഇംഗ്ലീഷിലെ ചില വേർഷനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത അർത്ഥം അതിനകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ സ്തോത്രം ഈ മൊബൈലിൽ കിടക്കുന്ന ഒരു ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയപ്പോൾ ഭക്തന്മാർക്കെന്നുള്ളിടത്ത് കൊടുത്തിരിക്കുന്ന വാക്കിതാണ്, ലോയൽ ഫോളോവേഴ്സ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള, ചാരിതാർത്ഥ്യമുള്ള, വളരെ ഉത്തരവാദിത്വ ബോധമുള്ള, കൃതാർത്ഥരായ ദൈവത്തെ പിൻപറ്റുന്നവർ. കർത്താവിൻ്റെ പുറകെ നടക്കുന്നതിൽ ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരുണ്ട്. സ്തോത്രം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരുണ്ട്. വെറുതെ വരുന്നൊരു മതചടങ്ങ് പോലെ. ആത്മീകം ഒരു മതചടങ്ങല്ല, കാര്യം നടത്താൻ വേണ്ടി വരുന്നതല്ല. നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ലോയൽ ഫോളോവർ, ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരികയാണ്. നിങ്ങളതിനെ ഗഹനമായി പഠിക്കുക. ഇതിനകത്ത് വന്നു കർത്താവിനെ പിൻപറ്റുകയാണ്. ചുമ്മാ കർത്താവിൻ്റെ പുറകെ നടന്നവരുണ്ട്. അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും കർത്താവ് എവിടെ പോയാലും വന്നവരും ഒക്കെയുണ്ട്.
പക്ഷെ ആത്മാർത്ഥതയോടെ യേശുവിനെ പിൻപറ്റിയവരുണ്ട്. അവർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ദൈവസന്നിധിയിൽ എന്തൊക്കെയോ ഉത്തരവാദിത്വമുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി എനിക്ക് എന്തൊക്കെയോ നിറവേറ്റാനുണ്ട്. അതെന്താന്ന് അന്വേഷിക്കണം. എന്താണെന്ന് അന്വേഷിക്കണം. കർത്താവിനോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ആ അന്വേഷണമാണ് വാസ്തവത്തിൽ ദൈവത്തെ ശ്രദ്ധയോടെ എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി. അല്ല ദൈവം എങ്ങനെ താഴെ വീണാൽ പൊട്ടിപ്പോകുന്നൊരു മുട്ടയാണ്, സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകും എന്നുള്ള എൻ്റെ അർത്ഥം. നമ്മളിനി എന്തൊക്കെ ചെയ്താലും ദൈവത്തെ പൊട്ടിക്കാൻ പറ്റിയല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ദൈവം പ്രതിഫലം തരാൻ തുടങ്ങും. അത് കൂലിയല്ല, ശ്രദ്ധിച്ചന്വേഷിച്ചാൽ അതിനൊരു പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടാൽ അതിനകത്ത് ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. വേറൊരു വാക്യം എബ്രായ ലേഖനം 3:1 പരിചിതമായ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു നോക്കുക. ചുമ്മാ പോകുന്ന വഴിക്ക് കണ്ടിട്ട് പോയാൽ ഒന്നുമില്ല. കർത്താവിലേക്ക് കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കിയാൽ, സ്തോത്രം, അവങ്കിലേക്ക് നോക്കിയവരെ പ്രകാശിതരാക്കുന്ന ഒരു തേജസ് അവന്റെ മേലുണ്ട്. ഇതിനകത്ത് വന്നിരുന്നിട്ട് ദൈവത്തെ ശ്രദ്ധിക്കണം, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. അപ്പം നിന്റെ ഇരുട്ട് മാറ്റുന്ന, നിന്റെ മനസ്സ് തെളിയിക്കുന്ന, നിന്റെ ഹൃദയത്തെ വികസിപ്പിക്കുന്ന, നിന്നെ തേജസ്സിലേക്ക് നടത്തുന്ന പ്രകാശം ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതാതിരിക്കുകയില്ല. യാക്കോബിന്റെ ലേഖനം 5:16 നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം. ഉറക്കത്തിനും പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മുടെ കൂടെ. സ്തോത്രം. പക്ഷേ ഉറക്കത്തിലെ പ്രാർത്ഥന ഏക്കുകയല്ല. ചേട്ട പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്ത് ഈ പറയുന്നതെന്ന് പോലും അറിയില്ല. അവർക്കും അറിയില്ല, തമ്പുരാനും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. നാം വളരെ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഭയങ്കരമായി ഫലിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് അപ്പോസ്തലപ്രവൃത്തി 26:7 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ 12 ഗോത്രങ്ങൾ രാവും പകലും ശ്രദ്ധയോടെ ആരാധിക്കുന്ന ആരാധന ശ്രദ്ധയോടെ വേണം. എങ്ങനെയെങ്കിലും വന്ന് 2 പാട്ട് പാടുന്നതല്ല, വളരെ ശ്രദ്ധയോടെ. കാരണം നാം ആരാധിക്കുന്നത് സർവശക്തനെയാണ്, നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് കൂടെ പറഞ്ഞും കൂടെ കേട്ടും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള എരിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയല്ല. പക്ഷെ നമ്മൾ ഓർത്തോളണം, ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും നിർമ്മിച്ചവനും ഒരു നോട്ടത്തിൽ തീ പാറത്തക്ക രീതിയിൽ കഴിവുള്ളവനും തൻ്റെ ശബ്ദം കൊണ്ട് സകലത്തെയും പിടിച്ചു നിർത്താൻ കഴിവുള്ളവനുമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പ്രത്യേക ക്ഷണം ലഭിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. ജീവിതം ശ്രദ്ധയോടെ, ഇതെല്ലാം ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാഴ്ചവെച്ചാൽ അവർക്ക് ദൈവമായ കർത്താവ് അനുഗ്രഹത്തെ തരാതിരിക്കുകയില്ല. അപ്പോൾ ആ വാക്കുകളൊന്നോടെ പറയുന്നു: 1, ശ്രദ്ധയോടെ അന്വേഷിക്കണം. 2, സർവശക്തനോട് അപേക്ഷിക്കണം. യോബേ, ഇങ്ങനെ എണ്ണിപ്പറക്കിക്കൊണ്ട് കഥയില്ല, നിന്നെ തന്നെ കുറ്റം പറഞ്ഞ കഥയില്ല. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക. 2ാമത്തെ കാര്യം, നീ ദൈവത്തോട് സർവശക്തനോട് അപേക്ഷിക്കുക. അത് 2 നമുക്ക് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. പക്ഷെ അടുത്ത 2 വാക്യങ്ങൾ, നീ ശ്രദ്ധയോടെ അന്വേഷിച്ചാലും, നീ സർവശക്തനോട് അപേക്ഷിച്ചാലും, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ. അവനിപ്പോൾ വാക്ക് കേട്ടോ, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കാം? ആരും പ്രാർത്ഥിക്കാം. പക്ഷെ മറുപടി തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രാർത്ഥനയുടെ വാചകം കേട്ടിട്ടല്ല, നിന്നെ നോക്കിയിട്ടാണ്. സ്തോത്രം. നീ എത്ര ദിവസം ഉപവസിച്ചു, എത്ര നാൾ പ്രാർത്ഥിച്ചു, ആരുടെയൊക്കെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു, ആരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇതല്ല വിഷയം. നീ പ്രാർത്ഥിക്കുന്നത് സർവശക്തനോട് തന്നെ ആയിരിക്കാം. പക്ഷെ മറുപടിയുടെ രഹസ്യം, നീ നിർമ്മലനാണെങ്കിൽ, നീ നേരുള്ളവനാണെങ്കിൽ. 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി നടക്കുന്നത്.
ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ. 2, സർവശക്തനോട് അപേക്ഷിക്കുന്നവൻ. 3, നേരുള്ളവൻ. 4, നിർമ്മലൻ. ഇത് 4ഉം കൂടി ചേർന്ന് ഒരുമിച്ചൊരു പ്രാർത്ഥന കഴിച്ചാൽ എന്താ എഴുതിയിരിക്കുന്ന അടുത്തത്? അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ആ വാക്ക് ശ്രദ്ധിക്കണം. അവിടെ മുതലാണ് ദൂത് തുടങ്ങുന്നത്. പ്രാർത്ഥന ഏറ്റാൽ, നീ നിർമ്മലനായാൽ, നേരുള്ളവനായാൽ, നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിച്ചാൽ, നിന്റെ വിഷയം ഇപ്പോൾ നിൽക്കുന്നിടത്ത് മണ്ണൊലിച്ചു പോയി, നിനക്കിനി ഒന്നുമില്ല, എല്ലാം കൈയടക്കി പലരും. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, നീ ഇവണ്ണം ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഇപ്പോൾ അവൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ഉണർന്നു വരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി എന്നൊരു വാക്ക് കണ്ടോ? ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചത് എനിക്ക് വേണ്ടിയല്ല, ആണോ? അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ വെണ്ണിക്കുളത്തെ ഷാജി പാസ്റ്റർക്ക് വേണ്ടി ഞാൻ ഉദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചേ? അല്ല. സൂര്യൻ്റെ പണി ചെയ്തു, നമുക്ക് ഇച്ചിരി വെട്ടം കിട്ടി. ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നത് ആർക്ക് വേണ്ടിയാ? ആർക്കും വേണ്ടിയല്ല. ഉറങ്ങി 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 മതിയായപ്പോൾ നമ്മളങ്ങ് എഴുന്നേറ്റ് പോകും. സ്തോത്രം. അല്ലാതെ രാവിലെ ആർക്കും വേണ്ടി എഴുന്നേറ്റല്ല. നമ്മളാരും രാവിലെ ഉണരുന്നത് ആർക്കും വേണ്ടിയിട്ടല്ല. ഉണർന്നു കഴിയുമ്പോൾ ഓരോ പണി ചെയ്യണം. പക്ഷെ ദൈവം ഉണരുന്നത്, സ്തോത്രം, വെറുതെ ചുമ്മാ രാവിലെ ഉണരുവല്ല. ഉണരുക എന്ന് പറഞ്ഞാൽ ദൈവം ഉറങ്ങും. ആ വാക്കിന് പ്രത്യേക അർത്ഥമുണ്ട്. ഉണർന്നുകയായിരുന്നുള്ളതല്ല. ദൈവം അവിടെ ഉദിച്ചു വരും. അവിടെ ഉണരുക എന്ന് കൊടുത്തിരിക്കുന്ന വാക്ക്, ഉണർന്നു വരുമെന്ന് കൊടുത്തിരിക്കുന്ന വാക്ക് വെറുമൊരു മലയാള പദമല്ല, വേറെ ഭാഷയുടെ ഒറിജിനൽ ഭാഷയുടെ യഥാർത്ഥത്തിലെ പുൾപിറ്റ് മീനിങ് ഇതാണ്: ദൈവം നിനക്ക് വേണ്ടി നീ നിൽക്കുന്നിടത്ത് ഉദിച്ചു വരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്തോത്രം, നീ നേരോടെ ജീവിച്ചാൽ, നിർമ്മലത സൂക്ഷിച്ചാൽ, നീ വിളിച്ചപേക്ഷിക്കുന്നത് ദൈവത്തെയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഈ ദൈവത്തിന്റെ കാര്യത്തിൽ നീ ഇൻവോൾവ് ആയാൽ, ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ എതിർത്താലും നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഉദിച്ചു വരും. നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വരും. നിന്റെ വിഷയത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റ് വരും. ഈ പകൽക്കാലം ഇയ്യോബിനോട് തന്റെ സ്നേഹിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ ആരുമില്ല, നിന്നെ ആശ്വസിപ്പിക്കാൻ ഇവിടെ ആരുമില്ല, നിന്നെ സ്വാന്തനിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ നേരുള്ളവനാണെങ്കിൽ കണ്ടോ, നീ നിൽക്കുന്നിടത്ത് ദൈവം എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഒരു ദൂത് നിങ്ങളുടെ നടുവിൽ പറയുമ്പോൾ, നിനക്ക് വേണ്ടി ദൈവം ഒന്ന് എഴുന്നേക്കണമെന്ന്, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒന്ന് ഉദിക്കണമെന്ന് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഇവിടെ ആരാധന നടക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ച് 2-3 പേർ അവന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ വരാമോ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആരാധിക്കുന്നവരുടെ നടുവിൽ സാന്നിധ്യമുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം എനിക്ക് വേണ്ടി ദൈവം ഉണരുകയാണ്. അങ്ങനെ പറയുന്ന ഒരു ദിവസം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. എന്റെ കർത്താവേ, എനിക്ക് വേണ്ടി, എന്റെ വിഷയത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം ദൈവം ഇറങ്ങി വരും. ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നിനക്ക് വേണ്ടി ദൈവം, നിനക്ക് വേണ്ടി മാത്രം ദൈവം ഉണർന്നു വന്നു കഴിയുമ്പോൾ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, നിന്റെ വാസസ്ഥലത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ്റെ വാസസ്ഥലം, അവൻ്റെ പുരയിടം, അവൻ്റെ വീട്, സ്തോത്രം, ഭൂകമ്പം നടന്ന് ഉരുള് പൊട്ടിക്കിടക്കുന്നത് പോലെയാ ആ വീട്ടിലേക്ക് നോക്കിയാൽ. കാരണം എല്ലാം തകർന്നു കിടക്കുക. നിങ്ങൾ യോബിൻ്റെ ചരിത്രം വായിച്ചിട്ടില്ലേ? അവൻ്റെ വീടിന് 4 മൂലയിലും കാറ്റടിച്ചു. സ്തോത്രം, തകർന്നുപോയി. ഒരു വീടല്ല, മക്കളുടെ പേരിൽ പണിതിരുന്ന എല്ലാ വീടും പോയി. പുരയിടം JCBക്ക് കിളച്ച് മാന്തി പോലെയായി. സ്തോത്രം, എല്ലാം തകർന്നു കിടക്കുക. പക്ഷെ ഈ മനുഷ്യൻ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിന്റെ ഭവനം യഥാസ്ഥാനപ്പെടും. തകർന്നു പോയത് വീണ്ടും പണിയപ്പെടും. അവിടെ വീണ്ടും വീടുണ്ടാകും. അവിടെ വീണ്ടും ദൈവപ്രവൃത്തി നടക്കും. അവിടെ വീണ്ടും മൃഗങ്ങൾ വരും.
അവിടെ വീണ്ടും നിന്റെ എഴുത്തിൽ വീണ്ടും പണിയപ്പെടും. അവിടെ ആയിരക്കണക്കിന് ആടുമാടുകൾ വരും. അവിടെ കറവ, അതല്ലേ അന്നത്തെ കാലം, കറവ പശുക്കൾ വരും. നിന്റെ പുൽത്തകടികളിൽ ഇനിയും പുല്ലുണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, നിനക്ക് വേണ്ടി ഉണർന്നു കഴിഞ്ഞാൽ, നിന്റെ കഷ്ടകാലം മാറും, നിന്റെ ഗതികേട് മാറും. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നടക്കാൻ പോകുന്നത് നിന്റെ വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തും. ഉഴുതു മറച്ചിട്ടിരിക്കുന്നത് പോലെ തകർന്നു കിടക്കുന്ന സാഹചര്യത്തെ സ്വർഗത്തിലെ ദൈവം റിസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. തീർന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നും? നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു കഴിയുമ്പോൾ, നീ പഴയ കാലത്ത് പാട്ട പറക്കി നടന്നവനല്ല, നീ ഒരു കൊച്ചു രാജാവായിരുന്നു. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു കഴിഞ്ഞാൽ ആ കാലം പോലും നിനക്ക് തോന്നും, സ്തോത്രം, അല്പമായിരുന്നു. ദൈവം ഉണർന്നതിന് ശേഷമുള്ള കാലമാണ് അതിമഹത്തരമെന്ന് തോന്നും. സ്തോത്രം. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ഒന്ന് ഉണർന്നാൽ, ദൈവം നമുക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റാൽ, ദൈവം നമുക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ, സൂര്യൻ ഉദിക്കുന്നത് പോലെ വിഷയത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവമെന്ന് ഉണർന്നാൽ അവിടെ മുതൽ ചരിത്രം മാറുകയാണ്. സ്തോത്രം, അവിടെ മുതൽ ചരിത്രം മാറുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, സ്തോത്രം, ഇയ്യോബിന് വേണ്ടി വാസ്തവത്തിൽ സംഭവിച്ചത് ഇതാണ്. ഈ മനുഷ്യൻ പ്രവാചകനൊന്നുമല്ല. സ്തോത്രം. ഏത് ഇയ്യോബിനോട് ഈ കാര്യം പറയുന്നത് ഇയ്യോബിന്റെ സ്നേഹിതന്മാരിൽ ഒരുത്തനായിരിക്കുന്ന ബിൽദാദാണ്. അദ്ദേഹം ഇത് സ്തോത്രം പറയുന്നത് പ്രവാചകനായിട്ട് ദൂതായിട്ടൊന്നുമല്ല. അദ്ദേഹം ഒരു പോളിസി പറയുകയാണ്. നീ പ്രാർത്ഥിക്ക്, നീ ദൈവത്തെ അന്വേഷിക്ക്, നീ നേരുള്ളവനാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. സ്വർഗത്തിലെ ദൈവം ഉണർന്നു കഴിയുമ്പോൾ നിന്റെ വീടിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. നിന്റെ മക്കളൊക്കെ മടങ്ങി വരും. പൊളിഞ്ഞു പോയ ഭവനം പണിയപ്പെടും. അകന്നുപോയവർ അടുത്തു വരും. നിനക്ക് നന്മ തിരിച്ചു കിട്ടും. നിന്റെ വീട്ടിൽ നിറങ്ങിപ്പോയ സകല അനുഗ്രഹങ്ങളും തിരിച്ചു കയറും. സ്വർഗം യഥാസ്ഥാനപ്പെടുത്തുന്നത് ദൈവം നിനക്ക് വേണ്ടി ഉണരും. വാസ്തവത്തിൽ 38-ാമത്തെ അധ്യായം അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. അതിലെ പോയ വഴിക്ക് കയറിയതല്ല ദൈവം. സ്തോത്രം. നമ്മുടെ ജനനായകന്മാരൊക്കെ വലിയ യാത്രയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ, സ്തോത്രം, രാഷ്ട്രീയ കലാപത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ അനർത്ഥമോ ആപത്തോ സംഭവിച്ച് അങ്ങനെ കിടക്കുന്നൊരു വീടുണ്ടെങ്കിൽ, ഒരു വലിയ ജനകീയ നേതാവ് തിരുവല്ല വഴി പത്തനംതിട്ടയ്ക്ക് പോവുകയാണെങ്കിൽ ഈ നാട്ടിലെ ജനപ്രതിനിധികളോ ഇവിടുത്തെ അണികളോ പറയുകയാണ്, ഇവിടെ സ്തോത്രം വലിയ അപകടം നടന്നു, മുറിവേറ്റ് കിടക്കുന്നൊരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന വഴിക്ക് ഇവിടുന്ന് കയറിയിട്ട് പോകും. കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആൾ പത്രത്തിലിടും. അത് പോയ വഴിക്ക് കയറിയതാണ്. എന്നാൽ 38-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് യഹോവ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരികയാണ്. ആ ഇറങ്ങി വരുന്നത് പോയ വഴിക്ക് കയറിയതല്ല, നിനക്ക് വേണ്ടി ഉണർന്നു വരികയാണ്. സ്തോത്രം. 8-ാം അധ്യായത്തിനകത്തൊരു ദൂത് കേട്ടു, നീ ദൈവത്തോട് പ്രാർത്ഥന നിർത്തരുത്, നിന്റെ നിർമ്മലത വിട്ടുകളയരുത്, ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കരുത്. നിന്റെ കാര്യം നടന്നാലും ഇല്ലെങ്കിലും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നാലും ഇല്ലെങ്കിലും, നീ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തരുത്. ദൈവത്തെ വിശ്വസിക്കുന്നത് നീ നിർത്തരുത്. നിന്റെ കാര്യം എന്ന് നടക്കുമെന്നോർത്ത് നീ പുറകോട്ട് പോകരുത്. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, നിർമ്മലതയോടെ നിൽക്കുക, അവിശ്വാസം പറയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഈ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും.
ഹല്ലേലൂയ. 9-ാം അധ്യായത്തിലോ 10-ാം അധ്യായത്തിലോ 20-ാം അധ്യായത്തിലോ 25-ാം അധ്യായത്തിലോ 30-ാം അധ്യായത്തിലോ 35-ാം അധ്യായത്തിലോ ഒന്നും പ്രാർത്ഥന തുടർന്നിട്ട് ദൈവം ഉണർന്നില്ല. തളരാതെ നിന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ 37 വായിക്കുന്ന ഇങ്ങനെയാണ്: വടക്കു നിന്ന് സ്വർണ്ണ ശോഭ പോലെ എന്തോ ഒന്ന് വരുന്നത് കണ്ടു. സൂക്ഷിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ രഥമാണ് വരുന്നത്. എങ്ങോട്ടാ വരുന്നത്? ഇയ്യോബിന്റെ വീട്ടിലേക്കാ വരുന്നത്. നിനക്ക് വേണ്ടി ഉണർന്നു വരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വന്നവരെ, ഒത്തിരി പ്രാർത്ഥിച്ചവരെ, ഒരുപാട് കരഞ്ഞവരെ, ഒരുപാട് തളർന്നവരെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് വന്നവരോട് പറയാം, നീ തളരാതിരുന്നാൽ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നീ അതിര് വെക്കാതിരുന്നാൽ. സ്തോത്രം. നമ്മൾ ചിലപ്പോൾ പറയുകയല്ലേ, മാർച്ച് 31-ാം തീയതി വരെ നോക്കും. മാർച്ച് 31-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് പോയി. സ്തോത്രം. ഈ വാക്യം പറയുന്നത് നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നീ ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയവനാണെങ്കിൽ പുറകോട്ട് മാറരുത്, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. നീ വിശുദ്ധിയിൽ ജീവിക്കാൻ ഇറങ്ങിയവനാണെങ്കിൽ സ്തോത്രം, വിശുദ്ധിയോൾ തുടരുക. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ദിവസം, നീ വിചാരിക്കാത്ത ദിവസം, നീ ചിന്തിക്കാത്ത ദിവസം, ഒരു ദിവസം നിന്റെ പുരയിടത്തിനകത്ത് ദൈവം സൂര്യൻ ഉദിക്കുന്നത് പോലെ നിന്റെ തലയ്ക്ക് മീതെ, നിന്റെ തകർന്ന വീടിന് മീതെ, നിന്റെ സങ്കട കടലിന് മീതെ, നിന്റെ ശരീരം പുഴുതിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മീതെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. അവൻ ഉദിച്ചു കയറും. ഹല്ലേലൂയ. അവൻ ഉണർന്നു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറ, സ്വർഗം ഉണർന്നു വന്നാൽ, അവൻ ഉണർന്നു വന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്. ഇയ്യോബിന്റെ വീട് യഥാസ്ഥാനപ്പെട്ടോ? സ്തോത്രം. മക്കളുടെ കാലത്തല്ല, അവന്റെ കാലത്ത് തകർന്നു പോയ അവന്റെ വാസസ്ഥലത്തെ ദൈവം യഥാസ്ഥാനമാക്കി. സാത്താൻ കയറി തകർത്തിട്ടിട്ട് പോയതിനെ സ്വർഗത്തിലെ ദൈവം മനോഹരമാക്കി പണിതു. സ്തോത്രം, ഹല്ലേലൂയ, മനോഹരമാക്കി പണിതു. ഞാൻ വിചാരിക്കുന്നു സ്തോത്രം, അവൻ എഴുത്തിനും വീടും പുരയിടം ഒക്കെ പഴുത് തകർന്നു പോയത് അതിനേക്കാൾ വലുതായിരുന്നു രണ്ടാമത് കിട്ടിയത്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താ? അന്ന് 3000 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 6000 3000 ഒട്ടകങ്ങളെ കെട്ടാൻ എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്ന് എനിക്കറിയില്ല, എത്ര ഏക്കർ സ്ഥലം വേണമെന്ന് എനിക്ക് അനുമാനം പറയാം. 3000 ഒട്ടകത്തെ കെട്ടാൻ 3 ഏക്കർ സ്ഥലം വേണമെങ്കിൽ 6000 ഒട്ടകം വന്നപ്പോൾ 6 ഏക്കർ സ്ഥലം വേണ്ടേ? സാത്താൻ തകർത്തത് 3 ഏക്കറാണെങ്കിൽ തിരിച്ചു കിട്ടിയത് 6 ഏക്കറാണ്. 4 മുറിയുള്ള വീടാ പൊളിഞ്ഞതെങ്കിൽ സ്തോത്രം, ദൈവം തമ്പുരാൻ അതിന്റെ ഇരട്ടിയായി മാനിച്ചു. കാരണം എന്താ? പണിയുന്നവൻ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ അന്വേഷിക്കുന്നവരോട് സ്വർഗത്തിലെ ആത്മാവിൽ പറയുന്നത്, നിങ്ങൾ തളരരുത്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്, നിങ്ങൾ വിശുദ്ധ ജീവിതം മാറ്റിവെക്കരുത്, നിങ്ങൾ കണക്ക് പറയരുത്, നിങ്ങൾ പുറകോട്ട് പോകരുത്, നിങ്ങൾ വിശുദ്ധിയിൽ കുറവ് വരുത്തരുത്. അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഇറങ്ങി വന്നു. സ്തോത്രം. ദൈവം ഉദിച്ചു വന്നതിന് ശേഷം ഇയ്യോബിൻ്റെ ജീവിതം പൂർവകാലത്തേക്കാൾ അത്ഭുതകരമായി മാറി, അല്ലേ? അന്ത്യസ്ഥിതി അതിമഹത്തായി മാറി. എവിടെ ദൈവം ഉണരുന്നോ അവൻ്റെ ജീവിതം അതിമഹത്താവും. നിന്റെ ജീവിതത്തിൽ സ്തോത്രം, ദൈവം ഉദിച്ചാൽ, നിന്റെ പ്രകാശം വന്നാൽ അതിനപ്പുറത്തേക്ക് കൃപ പെരുകും, തേജസ് വ്യാപരിക്കും, അഭിഷേകത്തിൻ്റെ ശക്തി അധികമാകും, ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാനിടയാകും. ദൈവം ആയ കർത്താവ് എപ്പോഴാ പൊങ്ങി വരുന്നതെന്ന് പറയാൻ ഒക്കെയല്ല, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വരും. ദാവീദിൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനം 18 മറ്റു പല ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. രോഗം വന്ന് കഷ്ടപ്പെട്ട് മരണപാശങ്ങൾ ചുറ്റിക്കിടക്കുന്ന സമയത്ത് കുറേ കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാണാൻ വന്നവരൊക്കെ പോയി, പിന്നെ ആരും കാണാൻ വരാതെയായി. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 18-ാം സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം ആകാശം ചായിച്ചിറങ്ങി വന്നു. സ്തോത്രം, ഹല്ലേലൂയ.
ഒറ്റക്കിരുന്ന് കരയുമ്പോൾ, തകർന്നു കിടക്കുമ്പോൾ, ഇനി ജീവിതമില്ലെന്ന് പലരും പറയുമ്പോൾ അവർക്ക് വേണ്ടി ഉണർന്നു വരുന്നൊരു ദൈവമുണ്ട്. ദൈവം ആർക്ക് വേണ്ടി ഉണരുന്നോ, നിനക്ക് വേണ്ടി, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി നിന്നെ തേടി നിന്റെ വീട്ടിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു കഴിയുമ്പോൾ അതിന് ദൈവമായ കർത്താവ് ശക്തമായി സ്തോത്രം ഇരട്ടി മറുപടിയോടെ അതിമഹത്തായ നിലവാരത്തിൽ അനുഗ്രഹത്തെ തരാൻ ദൈവം വിശ്വസ്തനാണ്. 1-2 വാക്യോടെ നമുക്ക് വായിക്കണം. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. സങ്കീർത്തനം 78-65 എന്ത് സംഭവിക്കും നോക്കുക. 78-ാം സങ്കീർത്തനത്തിൻ്റെ 65-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 78-ാം സങ്കീർത്തനത്തിൻ്റെ 65-ാം വാക്യം. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു ഉറക്കമുണർന്ന് വരുന്നവനെ പോലെ. അത് ഉറക്കമുണരുകയല്ല, ദൈവം ഉറങ്ങുന്നില്ല, അത് ഉപമാലങ്കാരമാണ്. ഉറക്കമുണർന്ന് വരുന്നവനെ പോലെ, വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു. അവർക്ക് നിത്യനിന്ദ വരുത്തുകയും ചെയ്തു. മതി സ്തോത്രം. നോക്കിയേ, കർത്താവ് ഉറക്കം ഉണർന്നു വരുന്നവനെ പോലെ ഉണർന്നു വന്നു. വീഞ്ഞു കുടിച്ചിട്ട് അട്ടഹസിക്കുന്നവനെ പോലെ കർത്താവ് ഉണർന്നു വന്നു. പശ്ചാത്തലങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ എന്താണെങ്കിലും കർത്താവ് ഉണർന്നു വന്നു. കർത്താവ് ഉണർന്നു വന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ തൻ്റെ ശത്രുക്കളെ പുറകോട്ടടിച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവം ഉണർന്നു വന്നാൽ ശത്രു ഇനി മുന്നോട്ടില്ല. സ്തോത്രം. മുന്നോട്ട് കയറി വന്ന് വട്ടം നിന്ന് തടഞ്ഞുകൊണ്ടിരുന്ന ശത്രുവിനെ ദൈവം ഉണർന്നു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ പുറകോട്ട് അടിച്ചു കളഞ്ഞു. ഇനി മുന്നോട്ട് വരികയല്ല. ചെങ്കടൽ വരെ പുറകെ വരാം. സ്തോത്രം. നിന്റെ പുറകെ ഒരു പരിമിതി വരെ വരാം. അത് കഴിഞ്ഞ് ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗത്തിലെ ദൈവം ഉണർന്നു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഇനി മുന്നോട്ട് കയറി വരാൻ കഴിയുകയല്ല. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ ശത്രുവിനെ, നിന്റെ രോഗത്തെ, നിന്റെ കഷ്ടതയെ, നിന്റെ പ്രയാസത്തെ, നിന്നെ അലട്ടുന്ന വിഷയത്തെ സ്വർഗത്തിലെ ദൈവം പുറകോട്ടടിച്ചു കളയും. യേശുവിന്റെ നാമത്തിൽ ദൈവം ഉണർന്നാൽ പിന്നെ ശത്രു മുന്നോട്ടില്ല. നിന്റെ മുമ്പേ കയറി പോരാടുന്ന ദുഷ്ട വ്യാപാര ശക്തിയെ പുറകോട്ടടിക്കുന്ന ദൈവമുണ്ട്. അവൻ ഉണർന്നു കഴിഞ്ഞാൽ, അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടശക്തികൾ മുന്നോട്ടല്ല, പുറകോട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഉണർന്നിടത്തെല്ലാം, ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിടത്തെല്ലാം, ദൈവത്തിന്റെ കരം ഉണർന്നിടത്തെല്ലാം, അത് ഉയർന്നിടത്തെല്ലാം അന്ധകാരത്തിന്റെ ശക്തികൾ തകർന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് ദൈവം തമ്പുരാൻ ചിലർക്ക് വേണ്ടി ഉണർന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. അവന് വേണ്ടി ഉണർന്നു വന്നിടത്തെല്ലാം, ഉദിച്ചു വന്നിടത്തെല്ലാം പ്രതിസന്ധികൾ തകരാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. കടലിന് നടുവിലൂടെ തൻ്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകാൻ നിവൃത്തിയില്ലാതെ നടുക്കടലിൽ പാക്കപ്പലി ചുറ്റിക്കറങ്ങി നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം കർത്താവ് സ്തോത്ര കടലിലെ തിരമാലകളെ ചവിട്ടി അവരുടെ നടുവിൽ ഉദിച്ചു കറങ്ങി വന്നു. അവിടെ വെച്ച് തിരമാലകളെല്ലാം പുറകോട്ട് പോയി, കാറ്റ് പുറകോട്ട് പോയി. നിന്നെ മുന്നോട്ട് വിടാതെ നിന്റെ മുമ്പിൽ നിന്ന് പല വിഷയങ്ങളെയും പുറകോട്ട് അടിച്ചു കളയുന്ന ദൈവത്തിന്റെ തിരുസാന്നിധ്യം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ആരാധിക്കുന്നവർക്ക് വേണ്ടി, ആത്മബലത്തോടെ അടരാടുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ജീവിക്കാൻ സമ്മതിക്കാത്ത വിഷയങ്ങളുമായി, വാഗ്ദത്തങ്ങൾ നിറവേറാത്ത പോരാട്ടവുമായി ആരെങ്കിലും ഇന്ന് ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. സിസ്റ്ററെ, നീ നിർമ്മലനായിരിക്ക്, പരമാർത്ഥിയായിരിക്ക്. ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഹല്ലേലൂയ. ദൈവം ഉണർന്നു വന്നിടത്തെല്ലാം ശത്രു പുറകോട്ട് പോയി, പ്രശ്നങ്ങൾ പുറകോട്ട് പോയി, കടൽ പുറകോട്ട് പോയി, പ്രതിസന്ധികൾ പുറകോട്ട് പോയി. നമ്മൾ 114-ാം സങ്കീർത്തനത്തിനകത്തല്ലേ വായിക്കുന്നത്? സ്തോത്രം. ഇസ്രായേൽ അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ സമുദ്രം കണ്ടോടി. സമുദ്രമേ, നീ പിൻവാങ്ങുന്നതെന്ത്? സ്തോത്രം. ദൈവം എഴുന്നേറ്റാൽ സ്വർഗത്തിലെ ദൈവത്തെ കണ്ടു സമുദ്രം. സ്തോത്രം. ചെങ്കടൽ തീരത്ത് ആ സങ്കീർത്തനത്തിന്റെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. 114-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാൻ 114-ാമത്തെ സങ്കീർത്തനം വായിച്ചാട്ടെ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും
ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. അടുത്ത വാക്ക്. സമുദ്രം കണ്ടോടി. സമുദ്രം കണ്ട് ഓടി. അടുത്തത്. യോർദാൻ പിൻവാങ്ങിപ്പോയി. യോർദാൻ പിൻവാങ്ങിപ്പോയി. അടുത്ത വാക്ക്. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. സമുദ്രമേ, ആ വാക്കിതാണ്. നോക്ക്, സ്തോത്രം, ഹല്ലേലൂയ. സമുദ്രം കണ്ടോടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. സമുദ്രമേ നീ ഓടുന്നത് എന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം, സമുദ്രം കണ്ട് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത്. മോശയെ കണ്ടതല്ല, മോശയുടെ വടി കണ്ടതല്ല, ആൾക്കാരെ കണ്ടതല്ല. എന്താ കണ്ടതെന്ന് 77-ാം സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 77:16 വായിച്ചു നോക്ക്. അവിടെ ആരെയാ കണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. 77-ാം സങ്കീർത്തനം 16-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? 77:16. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു. വെള്ളങ്ങൾ നിന്നെ കണ്ടു. ആരെ കണ്ടു? ആരെ കണ്ടു? ഈ സങ്കീർത്തനത്തിന്റെ മറ്റൊരു ഭാഗം അതാണ്. സമുദ്രത്തിൽ കുമിഞ്ഞുകൂടിക്കിടന്ന വെള്ളം. ആ വെള്ളം മോശയല്ല കണ്ടത്, മോശയുടെ വടിയല്ല കണ്ടത്, ആൾക്കൂട്ടമല്ല കണ്ടത്. വെള്ളം, സ്തോത്രം, ഹല്ലേലൂയ, ഫറവോനെ അല്ല കണ്ടത്, ഫറവോന്റെ സൈന്യത്തെ അല്ല കണ്ടത്. വെള്ളങ്ങൾ ദൈവത്തെ കണ്ടു. ദൈവം അവിടെ ഉദിച്ചു വന്നു. വെള്ളത്തെ കണ്ടപ്പോൾ യോർദാൻ പിൻവാങ്ങി, സമുദ്രം പിൻവാങ്ങി. ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഉണർന്നാൽ നിന്നെ ഒഴുക്കി കളയാൻ വരുന്ന, നിന്നെ പിടിച്ചെടുക്കാൻ വരുന്ന, നിന്നെ തകർത്തു കളയാൻ വരുന്ന ഏത് പെരുവെള്ളമാണെങ്കിലും അത് മുന്നോട്ടില്ല, ഇനി അതിനെ പുറകോട്ട് അടിച്ചു കളയും. ശക്തമായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യ്. നീ നേരുള്ളവനെങ്കിൽ, നീ നിർമ്മലനെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, നീ ദൈവത്തെ വിശ്വസിക്കുന്നവനെങ്കിൽ, ദൈവത്തിന്റെ കാര്യം നോക്കുന്നവനെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. ലാസ്റ്റ് വാക്കുകൾ പറയട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ദൂരത്തുനിന്നും ചാരത്തുനിന്നും വന്നവരെ, സ്തോത്രം, ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പോളിസിയായി സംഗ്രഹിക്കണം. സ്തോത്രം. സഭ ഒരു മിറാക്കിൾ സ്റ്റേഷൻ അല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത്ഭുതങ്ങൾ നടക്കുകയില്ലെന്നുള്ളതല്ല എന്നെക്കുറിച്ച് പറഞ്ഞത്. സ്തോത്രം. അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം ചങ്കിലെ ചോര കൊടുത്തുണ്ടാക്കിയ ഒരു സ്ഥാപനമല്ല ദൈവത്തിൻ്റെ സഭ. ദൈവം നമ്മെ സഭയിലേക്ക് വിളിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ തീർത്തു തരാൻ വേണ്ടിയിട്ട് ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ഒരു സൊസൈറ്റി അല്ല സഭ. ഇതിനകത്ത് വന്നവരുടെ കടപ്പാട്, സ്തോത്രം, വിഷയങ്ങൾ വരുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിക്കുക എന്നുള്ളതല്ല. രക്ഷിക്കപ്പെട്ടവൻ്റെ ഉത്തരവാദിത്വം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ജീവിതകാലം മുഴുവൻ നിർമ്മലനായി ജീവിക്കുക, സ്തോത്രം, നേരുള്ളവനായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നീ വിചാരിക്കാത്ത സമയത്ത് നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിനകത്ത് അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ തിരുത്താം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് വെണ്ണിക്കുളത്തോ നാളെ മറ്റൊരു സ്ഥലത്തോ ചെന്നാൽ, സ്തോത്രം, ദൈവം കണ്ണടച്ചങ്ങ് പ്രവർത്തിക്കുമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദൈവമല്ല ബൈബിളിൽ പറയുന്ന ദൈവം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്നെ മറുപടി കേട്ടിട്ടേ പോകാവുള്ളൂ. ഇപ്പം ബാഗ് മടക്കി വെക്കരുത്, ഇതോടെ കേട്ടിട്ടേ മടക്കി വെക്കാവൂ. സ്തോത്രം. അടുത്ത ആഴ്ച വരരുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നമ്മളെന്ത് ചെയ്യണം? ചെയ്യേണ്ടത് ഇതാണ്: ദൈവം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണോ? സ്തോത്രം. കർത്താവേ, എന്നെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നു, ഞാൻ ദൈവത്തെ അറിഞ്ഞു ഇവരുടെ ഇടയിൽ കൊണ്ടുവന്നിരുത്തി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യേണ്ടു? സ്തോത്രം. ദൈവത്തിൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കണം, സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ദൈവത്തെ അറിഞ്ഞ സ്ഥിതിക്ക് നിർമ്മലനായി ജീവിക്കണം, നേരുള്ളവനായി ജീവിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നോ നാളെയോ ഏപ്രിലോ ഓഗസ്റ്റിലോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ മുങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പ് ദൈവം എഴുന്നേറ്റ് വരും. 8-ാം അധ്യായത്തിനകത്ത് ഒരു മനുഷ്യൻ ഇയ്യോബിന് പറഞ്ഞു കൊടുത്തു: നീ തളരാതെ, നീ ഭാരപ്പെടാതെ, നീ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, നിന്റെ നിർമ്മലത വിടാതിരുന്നാൽ ഈ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഒരു സിംഹത്തെ പോലെ എഴുന്നേറ്റ് വരും.
അവൻ എഴുന്നേറ്റാൽ നിന്റെ കുടുംബം ശരിക്കും അവൻ പണിയും. അവൻ എഴുന്നേറ്റാൽ നീ തകർന്നു പോയി എന്നറിയാം, പക്ഷെ ദൈവം നിന്നെ നേരെ നിർത്തും. അവൻ എഴുന്നേറ്റാൽ നിന്റെ തല കുനിയാൻ അനുവദിക്കില്ല. അവൻ എഴുന്നേറ്റാൽ നിന്റെ ഉറക്കം കെടുത്തിയ വിഷയം ഇനി ഉണ്ടാകില്ല. അവൻ എഴുന്നേറ്റാൽ നീ പടുത വലിച്ചു കെട്ടി കിടക്കേണ്ടി വരില്ല. അവൻ എഴുന്നേറ്റാൽ നിന്റെ ഭൂമിയും പുരയിടം ജപ്തി ചെയ്തു പോകില്ല. നഷ്ടങ്ങളെ ലാഭമാക്കും അവൻ. അവൻ എഴുന്നേറ്റാൽ അവനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം പ്രധാനമാണ്. നമ്മുടെ വിശ്വാസ ജീവിതം പ്രധാനമാണ്. അവൻ എഴുന്നേക്കാൻ സ്തോത്രം നമ്മളെല്ലാവരും കൂടി പറഞ്ഞിട്ട് കഥയില്ല. വ്യക്തിപരമായി നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി വിശുദ്ധനായി ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. കുറേ കഴിഞ്ഞപ്പോൾ ദൈവം എഴുന്നേറ്റു. ദൈവം എഴുന്നേറ്റതിനപ്പുറത്തേക്ക് പിന്നെ ഒത്തിരി അധ്യായമൊന്നും എഴുതിയില്ല. അവിടെ മുതൽ അപ്പുറത്തേക്ക് പ്രാർത്ഥന ഫലിച്ചു, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു, നഷ്ടങ്ങൾ ലാഭമായി, പിണങ്ങിപ്പോയവർ മടങ്ങി വന്നു, സ്നേഹിതർ കാണാൻ വന്നു, അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടന്നു, ദൈവം അവർക്ക് നന്മ കൊടുത്തു. എന്തൊക്കെ കാര്യം 38 കഴിഞ്ഞ് അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം യോബിന് വേണ്ടി എഴുന്നേറ്റതിന് ശേഷം, ഉണർന്നതിന് ശേഷം സംഭവിച്ചത് എത്രയോ വലിയ കാര്യങ്ങളാണ്. ഇപ്പം ഞാനിവിടെ നിർത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും ധൈര്യപ്പെടുത്തിയും വിടാം. ഒരു ഞായറാഴ്ച കൊണ്ട് നിർത്തരുത്. ഒരു മാസത്തേക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞ് നിർത്തരുത്. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ കണ്ടിറങ്ങിയതാണെങ്കിൽ മരണം വരെ നിർമ്മലരായിരിക്കണം. കാര്യം നടക്കുന്നത് വരെയും സ്തോത്രം പ്രാർത്ഥിച്ചേക്കാം, വെള്ളം കുടിക്കാതെ ഉപവസിച്ചേക്കാം എന്നല്ല. സ്തോത്രം. നിങ്ങളുടെ മരണം വരെയും നിങ്ങൾ ദൈവത്തിന് പ്രിയരായിരിക്കണം. നിങ്ങൾ ദൈവത്തിന് വിശുദ്ധരായിരിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. വചനപ്രകാരം ജീവിക്കണം. പ്രാർത്ഥനകൾ മുടക്കരുത്, സഭായോഗങ്ങൾ മുടക്കരുത്. തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എഴുന്നേക്കും. ദൈവം എഴുന്നേറ്റാൽ നിന്നെ പുറകോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ചില തിരമാലകളെ ദൈവം പുറകോട്ട് തള്ളും. കുറച്ച് നാളായിട്ട് പഠിച്ചിട്ടും മുന്നോട്ട് കയറാൻ കഴിയാതെ, പ്രാർത്ഥിച്ചിട്ടും മുന്നോട്ട് വരാൻ പറ്റാതെ നിന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരല്പസമയത്തേക്ക് കണ്ണുകൾ അടച്ച് എല്ലാവരും സ്തോത്രം ചെയ്തു തുടങ്ങി. ബാഗൊക്കെ പിന്നെ എടുക്കാം, പോകാനൊക്കെ പിന്നെ എഴുന്നേക്കാം. ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്തു തുടങ്ങിക്കേ. എത്ര പേര് ഇവിടുന്ന് ഇറങ്ങുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടുന്ന് പുറത്തിറങ്ങുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില വിഷയങ്ങളെ പുറകോട്ട് അടിക്കുമെന്നൊരു വാക്ക് കണ്ടോ? എൻ്റെ ദൈവം ഈ ആഴ്ച, അടുത്ത ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നതിനേക്കാൾ മുമ്പ് നിന്നെ മുന്നോട്ട് വിടാത്ത ചില വിഷയങ്ങളെ സ്വർഗം പുറകോട്ട് അടിച്ചിറക്കട്ടെ. ചില ചീത്ത സ്വഭാവങ്ങൾ, ചില മുറുകെ പറ്റുന്ന പാപം, നിന്നെ നീ അല്ലാതെ ആക്കി മാറ്റുന്ന ചില ദുഷ്ടശക്തികൾ, അതിനെ അടിച്ചിറക്കട്ടെ. നമ്മുടെ മലയാളിയുടെ ഭാഷ പറയുക, സ്വർഗത്തെ ദൈവം ഉണർന്നാൽ അവനെ അടിച്ച് പുറകോട്ടാക്കും. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം ഉണർന്നാൽ ചില വിഷയങ്ങൾ വീട്ടിൽ നിന്ന് പുറകോട്ട് മാറും. നിന്റെ വീട്ടിലെ സ്വസ്ഥത കെട്ടിരിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിന്റെ കുത്തിക്കെട്ട് പൊട്ടിയിരിക്കുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട ആത്മീക ജീവിതത്തെ കളിയായി കാണരുത്, വളരെ ഗൗരവമായിട്ടെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം എഴുന്നേക്കും. ശത്രുക്കൾ ചെതറും, പുക പോലെ ചെതറിപ്പോവും, മെഴുക് പോലെ. എത്രയോ വാക്യങ്ങളാണെന്നറിയാം അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. തിരിച്ചെടുക്കാൻ കഴിയാതെ വണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. മെഴുക് പോലെ ഉരുക്കിക്കളയും, കൂടിച്ചേരാതെ വണ്ണം ഷേപ്പ്ലെസ് ആക്കി കളയും. ദൈവം പറയുന്നു, സ്തോത്രം, ചിലതിനെ ഞാൻ പുറകോട്ട് അടിക്കാൻ പോവാണ്. ആ വാക്കിനെ ഞാൻ മുറുകെ പിടിക്കുന്നു. പരിശ്രമിച്ചും പടിയടച്ച് മുമ്പിൽ കയറി നിൽക്കുന്ന ചില ശക്തിയെ ദൈവം പുറകോട്ട് തള്ളാൻ പോവാണ്. പുറകോട്ട് തള്ളി മാറ്റട്ടെ. നീ ആരാധനയ്ക്ക് വന്നവർക്ക് വേണ്ടി പുറകോട്ട് തള്ളി മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ യോർദാൻ പുറകോട്ടൊഴുകിയ ഒരു കാലമില്ല. പക്ഷെ വചനം പറയുന്നു, പുറകോട്ടൊഴുക്കി ദൈവം,
പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പുറകോട്ടോടി. സമുദ്രമേ, നീ പുറകോട്ടോടുന്നതെന്ത്? പിൻവാങ്ങുന്നതെന്ത്? യോർദാനേ, നീ പിൻവാങ്ങുന്നതെന്ത്? സ്തോത്രം. ദൈവം പറയുന്നു, പ്രാർത്ഥിച്ചവന് വേണ്ടി ദൈവം എഴുന്നേറ്റിരിക്കുന്നു. വിശുദ്ധിയോടെ ജീവിച്ചവന് വേണ്ടി ദൈവം എഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റിരിക്കുന്നു. ഇനി ആ വിഷയം മുമ്പോട്ട് വരില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ശബ്ദമുയർത്തി ആമീൻ പറയും? നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം, നിന്റെ വഴി അടച്ച വിഷയം, നിന്നെ അപമാനിച്ച വിഷയം, നിന്റെ പണം ചോർത്തിക്കളഞ്ഞ വിഷയം, നിന്നെ ഇല്ലാതാക്കിയ വിഷയം, നിന്നെ ഒഴുക്കാൻ നോക്കുന്ന വിഷയം, ഇനി മുന്നോട്ടില്ല, ഇനി മുന്നോട്ടില്ല. അതിനെ ദൈവം പുറകോട്ടടിക്കുന്നു. പുറകോട്ടടിക്കുന്നു. പിടിക്കാങ്കി പിടിച്ചോ. ഇനി അത് മുന്നോട്ടില്ല ആന്റി, ഇനി അത് മുന്നോട്ടില്ല. നീ പേടിക്കണ്ട. അതിനെ ദൈവം അടിച്ചിറക്കുക, അടിച്ചിറക്കുക. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക. അടിച്ചിറക്കുക. നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന്, നിന്റെ മകളുടെ മനസ്സാക്ഷിയിൽ നിന്ന് ചില വിഷയങ്ങളെ അടിച്ചിറക്കുകയാണ്. എന്റെ യേശുവിന്റെ നാമത്തിൽ അതിനെ അടിക്കും, പുറകോട്ടടിക്കും. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യും. നാം എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവദാസന്മാരായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓൺലൈനിൽ ഞങ്ങൾ വാച്ച് ചെയ്തവരോട് ഒരു വാക്കോടെ പറയുന്നു, നിങ്ങളിവിടെ വരെ വന്നില്ല, പക്ഷെ നിങ്ങളോട് ഞാൻ നിർബന്ധിക്കുന്നു, സ്തോത്രം, ദൈവസന്നിധിയിൽ ഒളിച്ചു കളിക്കരുത്. നിങ്ങളെ ദൈവം വിളിച്ചു എന്നുള്ള ബോധ്യം വേണം. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കണം. ദൈവസഭയുടെ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് നിങ്ങളൊരു പങ്കാളിയാകണം. നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ചാൽ പോരാ, നിങ്ങൾ സർവശക്തനെ വിളിച്ചപേക്ഷിക്കണം. നിങ്ങൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നിർമ്മലരും പരമാർത്ഥികളുമായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വരും. നിങ്ങളുടെ കുടുംബം പണിയും, നിങ്ങളുടെ തലമുറയ്ക്ക് നന്മ വരും, നിങ്ങളുടെ കടം മാറും. നിങ്ങളുടെ പൂർവ്വസ്ഥിതിയേക്കാൾ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. അങ്ങനെ ഒരു കാലം വരാനുണ്ട്. സ്വർഗം അത് ചെയ്യും. ഇന്ന് നിങ്ങളോട് ചിലർ ചോദിക്കുന്നുണ്ട്, നീ രക്ഷിക്കപ്പെട്ടിട്ട് എന്ത് ഗുണമുണ്ടായി? വെണ്ണിക്കുളം വരെ ആരാധനയ്ക്ക് പോയിട്ട് എന്ത് മാറ്റം ഉണ്ടായി? ആ ചോദ്യത്തിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല. അത് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ മറുപടി വരും. അവൻ എഴുന്നേക്കും. ചില വിഷയങ്ങളെ പുറകോട്ടടിക്കും. ദൈവം അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അജിപ്പാസ് മുന്നോട്ട് വന്ന് ചില അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളും ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാന ഭാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.